വിശന്ന് ചാവുന്നു. എന്നാലും വ്ളോഗിന് വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് നടക്കുക കേട്ടോ. ഇത് റീൽ എടുക്കുന്നതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ആ ഗാർഡനിൽ കൂടി ഒന്ന് നടന്നതാണ്. അട്ടയും കൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ. താഴെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും, മരങ്ങളൊക്കെ ഉള്ളതല്ലേ. ആദ്യം മോനെ എവിടെയെങ്കിലും സെറ്റാക്കട്ടെ, എന്നിട്ട് വേണം ഒന്ന് ചാഞ്ഞ് ചെരിഞ്ഞൊന്ന് കിടക്കാൻ എവിടെയെങ്കിലും. ഇതുപോലുള്ള മുത്തശ്ശന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ജീവിച്ച് പോവാട്ടോ. അയാൾ കഥ എഴുതുകയാണ് സുഹൃത്തുക്കളെ. എന്തോ ആലോചിച്ച് കാര്യമായിട്ട് ഇരിപ്പാണല്ലോ. വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മൊബൈലിലുള്ളത് മോനെടുത്ത ഫോട്ടോയാണ് ഗൈസ്. അവൻ ഒരു കലാകാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതുപോലെ റിലാക്സിങ് ഏരിയയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട്. ബോട്ടിൽ നിന്ന് വീണ് ചാകും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഭയങ്കര നെഗറ്റീവ്, അതുകൊണ്ട് നമ്മൾ ബോട്ടിംഗ് ഒന്നും കയറിയില്ല. കയാക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബേസിക്കലി ഈ പാർക്ക് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ നെയിമിലാണ്, സലിം അലി. ഒരു കുരുവിയുടെ പതനം വായിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. പക്ഷികളെക്കുറിച്ചൊക്കെ തീരെ വിവരമില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ വായിച്ച് നല്ല ബുദ്ധിജീവികളായിട്ടിരിക്കുക കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ലെങ്കിലും പിള്ളേർക്ക് വായിച്ച് പറഞ്ഞു കൊടുക്കാമല്ലോ. ഈ ഏരിയ കണ്ടപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി നിന്നുപോയി. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കത്തിയേ ഉള്ളൂ ഗൈസ്. നാളത്തെ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.